കേരള സർവകലാശാലയിൽ വിസിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസിനെ ഭീഷണിപ്പെടുത്തി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. യൂണിവേഴ്സിറ്റിയിലെ ഓഫീസുകളിൽ പരിശോധനയ്ക്കെത്തിയ സിസ തോമസിനെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടഞ്ഞു. വിസി നേരിട്ട് ഓഫീസുകളിൽ പോകരുതെന്നും ഫയൽ പരിശോധിക്കരുത് എന്നുമാണ് ഭീഷണി. പരിശോധന നടത്തണമെങ്കിൽ രജിസ്ട്രാർ മുഖേന മാത്രം മതി എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട്. വിസി ഓഫീസിൽ തടഞ്ഞുവെക്കാനും ശ്രമമുണ്ടായി. സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാറിനൊപ്പം ശ്രീനന്ദ ചേർന്നു. ശ്രീനന്ദ, ഇന്നെന്താണ് സർവകലാശാലയിൽ സംഭവിച്ചത്? തീർച്ചയായിട്ടും വീണ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് താൽക്കാലിക വിസിയായ സിസ തോമസിനെ തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ PS ഗോപകുമാർ, സിൻഡിക്കേറ്റ് അംഗമായ PS ഗോപകുമാറുണ്ട്. സർ, എപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്? ഇന്ന് ഏകദേശം ഒരു 11:30 മണിയോടുകൂടിയാണ് കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ ചേംബറിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സെക്ഷനിൽ പരിശോധനയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ചെന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ വളരെ പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു സർവകലാശാലയാണ് കേരള സർവകലാശാല. ഈ കേരള സർവകലാശാല തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു തിട്ടൂരമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് സർവകലാശാലയെ സ്ഥിരം സമരവേദിയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇടത് സംഘടനകൾക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഉണ്ട്. ഈ വൈസ് ചാൻസലർ, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ ചാർജ് വഹിച്ചിരുന്ന ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സാർ വിദേശത്ത് പോയ സമയത്താണ് കേരള സർവകലാശാലയുടെ ചാർജ് ഡോക്ടർ സിസ തോമസിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവർ യഥാസമയം ഈ സർവകലാശാലയിൽ വരികയും സർവകലാശാലയുടെ കാര്യങ്ങളിൽ ദൈനംദിനം ഇടപെടുകയും ചെയ്യുകയാണ്. ആദ്യ ദിവസം അവർക്ക് നേരെ കവാടത്തിൽ കൂടി സർവകലാശാലയെ പ്രവേശിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രണ്ടാം ദിവസം SFIയുടെ ഏതാനും ചില വിദ്യാർത്ഥികൾ അവരെ സർവകലാശാലയിൽ വന്നപ്പോൾ തടയാൻ ശ്രമിക്കുകയുണ്ടായി. ഇന്ന് അത്തരത്തിലൊരു വിദ്യാർത്ഥികൾ സമരത്തിന് പങ്കെടുത്തിരുന്നില്ല. സർവകലാശാലയിൽ വരികയും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വൈസ് ചാൻസലർ സെക്ഷനുകളിൽ പോകുന്ന സമയത്ത് ആ സെക്ഷനുകളിൽ ചെന്നിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. സർവകലാശാലയിൽ വൈസ് ചാൻസലർ എങ്ങനെ പ്രവർത്തിക്കണം, നിങ്ങൾക്ക് ഈ സെക്ഷനുകളിൽ പോകാൻ പാടില്ല, ചേംബറിലിരുന്നു കൊണ്ട് രജിസ്ട്രാർ വഴി മാത്രമേ ഫയലുകൾ പരിശോധിക്കാൻ പാടുള്ളൂ എന്നുള്ള തിട്ടൂരം കൊടുക്കുകയാണ്. ആ സെക്ഷനിൽ വൈസ് ചാൻസലറെ ഭയപ്പെടുത്തി അവിടെ നിന്ന് തിരിച്ചുവിടുകയാണ്. നേരെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേംബറിൽ വന്ന, ഓഫീസിൽ വന്ന വൈസ് ചാൻസലറെ പിന്തുടർന്നു വരികയും അവിടെ ചുറ്റും നിന്നിട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തിട്ടൂരം അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനവിടേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് കണ്ടത്. അപ്പോൾ വൈസ് ചാൻസലർ എങ്ങനെ പ്രവർത്തിക്കണം, ഞങ്ങൾ പറയുന്ന രീതിയിൽ നേരെ സെക്ഷനുകളിൽ പോകാൻ പാടില്ല, സെക്ഷനുകൾ പരിശോധിക്കാൻ പാടില്ല, സർവകലാശാലയുടെ താല്പര്യം, അതായത് ഞങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ വൈസ് ചാൻസലർ പ്രവർത്തിക്കാവൂ, ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ തരത്തിൽ ഭീഷണികൾക്കോ മറ്റെന്തെങ്കിലും സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങി പ്രവർത്തിക്കേണ്ടയാളല്ല വൈസ് ചാൻസലർ. വൈസ് ചാൻസലർ ചട്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളയാളാണ്. ആ തരത്തിൽ സർവകലാശാലയിൽ ചട്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം സർവകലാശാലയിലെ വൈസ് ചാൻസലർ പ്രയോഗിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. ആ തരത്തിൽ അപ്പോൾ എന്നെയും ഭീഷണിപ്പെടുത്താനൊരു ശ്രമം നടത്തുകയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. രജിസ്ട്രാർ മുഖേന മാത്രം പരിശോധനകൾ നടത്തിയാൽ മതി എന്നൊരു കണ്ടീഷൻ ഇടത് സംഘടനകൾ വെച്ചിരുന്നു ഈ വിസിയുടെ മുമ്പിൽ വെച്ചു. അതായത് സർവകലാശാലയിൽ ചാർജ് എടുത്ത 3-ാം ദിവസമാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ. സ്വാഭാവികമായിട്ടും ഈ സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഡോക്ടർ സിസ തോമസ് മാഡത്തിന് വേണ്ടത്ര പരിചയം ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് സെക്ഷനുകളിൽ നേരിട്ട് പോകേണ്ടി വരും, പരിശോധന നടത്തേണ്ടി വരും, വിവരങ്ങൾ സമാഹരിക്കേണ്ടി വരും. ആ തരത്തിൽ പോയതാണ്. അത് ഏതെങ്കിലും മുൻവിധിയോടുകൂടി പോയതാണെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ മറ്റൊരു സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ തരത്തിലൊരു വിവരം അറിയുകയും ഞാൻ അവിടേക്ക് പോവുകയും ചെയ്തത്. അപ്പോൾ സെക്ഷനിൽ വന്ന വൈസ് ചാൻസലറെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വിവരം തിരക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും കോൺഗ്രസിൻ്റെ സിൻഡിക്കേറ്റ് അംഗവും അവിടെയുണ്ട്. ഇവരെല്ലാം കൂടി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ വട്ടം നിന്നിട്ട് നിങ്ങൾ ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ പാടുള്ളൂ, സെക്ഷനുകളിൽ പോകാൻ പാടില്ല, വിവരങ്ങൾ രജിസ്ട്രാർ വശം അല്ലെങ്കിൽ പ്രോപ്പർ ചാനൽ രജിസ്ട്രാർ വശം മാത്രമേ നിങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പാടുള്ളൂ, ഈ തരത്തിൽ അതിനപ്പുറത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലയിൽ ഭീഷണിയും അതുപോലെ തന്നെ സമ്മർദ്ദവുമാണ്. അപ്പോൾ ഇത് അനുവദിക്കാൻ പാടില്ല. രജിസ്ട്രാർക്ക് ചട്ടപ്രകാരം സർവകലാശാലയിലെ ഏത് ഫയൽ പരിശോധിക്കാനും അതുപോലെ തന്നെ സെക്ഷനുകൾ നേരിട്ട് സന്ദർശിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ളയാളാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ
നിർദ്ദേശത്തിന് വഴങ്ങി ഹനിക്കാനൊന്നും ആകേണ്ട എന്നുള്ള സപ്പോർട്ടാണ് അല്ലെങ്കിൽ പിന്തുണയാണ് ഈ സമയത്ത് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അവിടെ വാക്കുതർക്കത്തിന് അവർ മുതിർന്നു. വാക്കുതർക്കം കലശലായി വന്ന സമയത്ത് ഇത്തരത്തിൽ ഭീഷണി അവരാവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വി സിയെ തടഞ്ഞു വെക്കുന്ന താൽക്കാലിക വി സി ആയ സിസ തോമസിനെ തടഞ്ഞു വെച്ചിരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കുറച്ചു മുൻപ് യൂണിവേഴ്സിറ്റിയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചെയ്തിരുന്നത്. അതിൽ നിന്ന് അവരെ ഒരു ഫയലുകളും നോക്കാൻ രജിസ്ട്രാർ ഇല്ലാതെ ഒരു ഫയലുകളും നോക്കാൻ സമ്മതിക്കില്ല എന്നൊരു ഇതിലേക്കാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ വി സിയെ തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. എന്തായാലും ഇപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ എന്താകും, ഇനിയും ഇങ്ങനെ ഒരു പ്രശ്നം യൂണിവേഴ്സിറ്റിയിൽ നടക്കുമോ എന്നൊരു കാര്യം നമുക്കറിയില്ല. എന്തായാലും ഇനി കൂടുതൽ വിവരങ്ങളെല്ലാം വരും മണിക്കൂറിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ശരി ശ്രീനന്ദ. പ്രജിത്ത് മോഹനൻ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. പ്രജിത്ത്, ഇപ്പോൾ താൽക്കാലിക വി സി ഡോക്ടർ സിസ തോമസ് കേരള സർവകലാശാലയിൽ എത്തുന്നു. പക്ഷേ അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചെയ്യുന്നത്. അവരെ എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം തടയുന്ന സാഹചര്യം, പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അതിന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരെയും ഭീഷണിപ്പെടുത്തുന്ന ഘട്ടം. ഇതിപ്പോൾ പ്രശ്നം തുടങ്ങിയത് എവിടെയാണ് എന്നുള്ളത് മറന്നുകൊണ്ടാണ് ഇത്തരം നടപടികളിലേക്കൊക്കെ സിൻഡിക്കേറ്റ് അംഗങ്ങളും കടക്കുന്നത്. വിവരങ്ങൾ. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുലർത്തേണ്ട ചില സാമാന്യ മര്യാദയുണ്ട്. കാരണം ഇപ്പോൾ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ അടക്കം കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്. ആ കോടതിയാകട്ടെ ഈ രജിസ്ട്രാറുടെ നടപടികളിൽ ചില സംശയങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട്, ചില അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ റദ്ദ് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും വി സിയുടെ നടപടികളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കോ കാര്യങ്ങൾ പോയിട്ടുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ താൽക്കാലിക വി സിയായി ചുമതല ഏറ്റിരിക്കുന്ന ഇപ്പോഴത്തെ സിസ തോമസിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതും ശരിയല്ല എന്നുള്ളതാണ്. കാരണം ഈ വിഷയത്തിൽ ഹൈക്കോടതി സസ്പെൻഷൻ റദ്ദാക്കാത്ത സാഹചര്യത്തിൽ രജിസ്ട്രാർക്ക് നിലവിൽ യൂണിവേഴ്സിറ്റിയുമായി ഒരു ബന്ധവുമില്ല. അദ്ദേഹം സസ്പെൻഷനിലാണ്. അദ്ദേഹം മുഖേനയുള്ള നടപടികളുമായി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളൊരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത് നിലവിൽ ശരിയുമല്ല എന്നുള്ളതാണ്. അപ്പോൾ കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയം, കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയത്തിൽ കൂടിയാണ് ഇത്തരമൊരു ഇടപെടലുണ്ട്. അതിനപ്പുറത്തേക്ക് വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായും യൂണിവേഴ്സിറ്റിയുടെ നടത്തിപ്പിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫയൽ നീക്കങ്ങളിലൊക്കെ വൈസ് ചാൻസലർക്ക് നിർണായകമായ പ്രാധാന്യവുമുണ്ട്. അല്പം മുമ്പ് നമ്മുടെ സിൻഡിക്കേറ്റ് അംഗമായ PS ഗോപകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ അവർ ചുമതലയേറ്റിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫയൽ നീക്കം അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ചില ആശയക്കുഴപ്പങ്ങളോ ചില പരിചയക്കുറവുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് തന്നെ ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുക, നേരിട്ട് തന്നെ ഇക്കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യവുമാണ്. എന്നാൽ അതുപോലും അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം അവരൊരു സ്ത്രീയാണ്, അതുപോലും പരിഗണിക്കാതെ അവരെ തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക. സെഷനിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് അവരെ തടയുക, തടഞ്ഞതിനു ശേഷം ഞങ്ങൾ പറയുന്നത് പോലെ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും തിട്ടൂരങ്ങളും ഇറക്കുക. അതൊക്കെ സ്വാഭാവികമായും ശരിയല്ലാത്തൊരു നടപടിക്രമമാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ്. വയൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം നൽകാനാണ് അവർ അവിടെ എത്തിയത്. അവർ ഒരു സെക്ഷനിൽ വൈസ് ചാൻസലറാണ്, അവിടെ സെക്ഷനിൽ എത്തി ഫയൽ പരിശോധിക്കാനോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനുമാകട്ടെ അവിടേക്ക് നേരിട്ട് പോകാൻ പാടില്ല, രജിസ്ട്രാർ അറിയാതെ ഒന്നും ചെയ്യരുത് എന്ന് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എന്തധികാരമെന്ന് കൃത്യമായി അത് കൂടുതൽ നിയമവ്യവസ്ഥകളൊക്കെ പറയുന്നതാണ്. എന്നാലും അത്തരം അധികാരം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ PS ഗോപകുമാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നേരത്തെ VC-മാർ ഫയലുകൾ പരിശോധിക്കാറുണ്ട്, അവർ യൂണിവേഴ്സിറ്റിയുടെ വിവിധ സെക്ഷനുകളിൽ പോകാറുണ്ട്, ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംസാരിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി നടന്നു വരുന്നതാണ്. ഏതൊരു സ്ഥാപനത്തിന്റെ ആയാലും നടപടിക്രമങ്ങളുടെ ഭാഗമായി അത്തരമൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കവുമില്ല. പക്ഷേ അതുപോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ തടഞ്ഞു വെക്കുന്ന രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാടുകളിലേക്കാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്നുള്ളത്. പക്ഷേ സിസ തോമസ് ആണ് നേരത്തെയും ഈ ഇടതുപക്ഷത്തിന്റെ ഭീഷണികളൊക്കെ അതിജീവിച്ച് പരിചയമുള്ളവരാണ്. അതിൽ സർക്കാരുമായിട്ടൊക്കെ നേരിട്ട് ഏറ്റുമുട്ടി കോടതികളിൽ നിന്ന് പോലും വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു വൈസ് ചാൻസലർ ആയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം വിഷയങ്ങളൊന്നും വലിയ കാര്യമായി അവർ പരിഗണിക്കുന്നുണ്ടാകില്ല. പക്ഷേ സ്വാഭാവികമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ തങ്ങളുടെ സ്ഥാനത്തിന് ചേരാത്തൊരു പ്രവൃത്തിയാണ് അവർ കാണിച്ചത് എന്ന് ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലെ ഭരണം രജിസ്ട്രാർ നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതിനുള്ള തെളിവ് കൂടിയാണ്. കാരണം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എണീക്കാൻ പറഞ്ഞാൽ എണീക്കും, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, അങ്ങനെയുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചു എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഇത്തരം ഒരു രീതിയിൽ സിൻഡിക്കേറ്റ്
സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അടുത്ത് പോലും പെരുമാറാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അധികാരം അവർ കാണിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വളരെ ദൗർഭാഗ്യകരം എന്നുള്ളതാണ്. മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഈ ഇടപെടലിനെ ഇപ്പോൾ വിമർശിക്കുന്നത്. ഇന്ന് രാവിലെ 11:30 ഇത്തരത്തിൽ ഒരു സിൻഡിക്കേറ്റ് അംഗങ്ങൾ താൽക്കാലിക വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസിനെ തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അവരെ ഭീഷണിപ്പെടുത്തി ഇനി ഫയൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം നൽകി തുടർച്ചയായി ഇത് ഒരു സെക്ഷനുകളിൽ പോകുന്നത് തടസ്സപ്പെടുത്തിയതിന് പിന്നാലെ അവരുടെ ഓഫീസിലെത്തി അവിടെ വെച്ചും ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ദൃക്സാക്ഷിയായിരുന്ന സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ ജനൻ ടിവിയോട് പറഞ്ഞത്. ആ വിവരമാണ് ഇപ്പോൾ ജനൻ ടിവി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ശരി പ്രജിത്ത്. ഇത് 8-ാം തീയതി വരെയാണ് ഡോക്ടർ സിസ തോമസിന് താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാടെടുത്തിരിക്കുന്നത്. രജിസ്ട്രാറുടെ അനുമതിയോടുകൂടി മാത്രമേ ഫയൽ പോലും പരിശോധിക്കാവൂ എന്ന തരത്തിൽ ആണ് തിട്ടൂരമിറക്കി സിസ തോമസിന്റെ നടപടികളെ എതിർക്കുന്നത്.